ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 30 വിശുദ്ധ പീറ്റർ ക്രിസോളഗസിന്റെ തിരുനാൾ. സ്വർണ്ണ വചസ് എന്നർത്ഥമുള്ള ക്രിസോളഗസ് പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റവന്നായിലെ മെത്രാനായിരുന്ന കാലത്ത് തൻ്റെ രൂപതയിൽ നിലനിന്നിരുന്ന പല തെറ്റുകളും അന്ധവിശ്വാസങ്ങളും തിരുത്തേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി ലഘു പ്രസംഗങ്ങൾ മുഖേന അവ നീക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് 5ാം ശതാബ്ദത്തിലെ ജർമ്മൻ ജീവിത രീതിയിൽ ആ പ്രസംഗങ്ങളുടെ ശൈലി തെളിഞ്ഞു കാണാമായിരുന്നു. അധ്യാപനത്തിലും ഭരണത്തിലും തിരുസഭയോട് ശരിയായി വിശ്വസ്തത പാലിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജോലികളെല്ലാം ഭംഗിയായി ക്രിസോളഗസ് നിർവഹിച്ചു. സുഹൃതം കഴിഞ്ഞാൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണെന്ന ബോധ്യം ക്രിസോളഗസിന്റെ പ്രസംഗങ്ങളുടെ മാറ്റുകൂട്ടി. സത്യമതത്തിന് സുഹൃത ജീവിതം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹായകമാകുന്നത് വിദ്യാഭ്യാസമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിമതം. അജ്ഞത സുഹൃതമല്ല. 448 എവിത്തിക്കസ് ക്രിസ്തുവിൽ ഏക സ്വഭാവമേ ഉള്ളൂ എന്ന് തൻ്റെ പാഷാണ്ഡതയ്ക്ക് താങ്ങായി ക്രിസോളഗസിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു: വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ റോമാ സാമ്രാജ്യത്തിൻ്റെ സമ്മതം കൂടാതെ നാം ഒന്നും തീരുമാനിക്കരുത്. മനുഷ്യ അവതാര രഹസ്യം വിശ്വാസദൃഷ്ട്യാ സ്വീകരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ക്രിസോളഗസ് എവുത്തിക്കസിനെ ഉദ്ബോധിപ്പിച്ചു. തിരുസഭയുടെ സമാധാനം സ്വർഗത്തിൽ സന്തോഷം ഉളവാക്കുമെങ്കിൽ ഭിന്നത സങ്കടമുളവാക്കും. മരണത്തിന് ഏതാനും നാളുകൾക്ക് മുൻപ് വിശുദ്ധൻ ജന്മനാടായ ഇമോളയിലേക്ക് മടങ്ങി. 450 അവിടെ വച്ച് നിര്യാതനായി. 1729 ബെനഡിക്റ്റ് 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതൻ എന്ന് പദവിയിലേക്ക് ഉയർത്തി. വിശുദ്ധ പീറ്റർ ക്രിസോളഗസെ, ഞങ്ങൾക്കും തിരുസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.